എല്ലാവർക്കും സലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും രുചികരവുമായ ഒരു അടിപൊളി ഫിഷ് മോളിയാണ്. അപ്പം ഇത് ഞാൻ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ഇതാകുമ്പോഴേക്കും നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കുറുകിയ തേങ്ങാപ്പാൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ശരിക്കും ഫിഷ് മോളി എന്ന് പറയുമ്പോഴേക്ക് ഓരോ നാട്ടിലും ഓരോ രീതിക്കായിരിക്കും ഉണ്ടാക്കണം അല്ലേ. അല്ലറ ചില്ലറ കുറച്ച് വ്യത്യാസങ്ങളായിരിക്കും ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള കറി ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഫിഷ് മോളി തന്നെ ആയിരിക്കും. കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. ഇപ്പം ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ പുറത്തൊക്കെ നിൽക്കുന്നവര് ഈ ഫിഷ് മോളി തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതുപോലെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ പിന്നെ കാര്യം പറയാൻ വേണ്ട. അത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കേരളത്തിലെടുത്താലും അതല്ല നമ്മുടെ വീട്ടിലൊക്കെ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാലും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കറി തന്നെ ആയിരിക്കും ഫിഷ് മോളി. ഇപ്പം നമുക്ക് ഇടിയപ്പം, അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കിട്ടുക്കാച്ചി കറി തന്നെയാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ വേണം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി വേണം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ നമുക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, പിന്നെ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 പച്ചമുളക്, 2 തക്കാളി, 2 സവാള, പിന്നെ 2 പീസ് ഇഞ്ചി, പിന്നെ 8-10 വെളുത്തുള്ളി അല്ലി. മെയിനായിട്ട് നമുക്ക് വേണ്ടത് നെയ്മീനാണ്. ഞാനിവിടെ 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ താരം എന്ന് പറയുന്നത് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അത് ഞാൻ 100 ഗ്രാമാണ് എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ ഇടയിൽ നിന്നൊന്ന് കട്ട് ചെയ്ത ശേഷം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മാക്സിമം കനം കുറച്ച് കട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ നീളത്തിൽ അരിഞ്ഞാണ് എടുക്കുന്നത്. ഓരോ കറികൾക്കും അതിൻ്റെതായ രീതിയിൽ എടുത്താൽ മാത്രമേ ആ കറികൾക്ക് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എളുപ്പമല്ലേ ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ജോലി ചെയ്യുന്നതിന് മുൻപ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒതുക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ അധിക ടൈമൊന്നും എടുക്കത്തില്ല. എളുപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്ത് മാറാനായിട്ട് പറ്റും. ഇപ്പോൾ ടൊമാറ്റോയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മൺചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ശരിക്കും നമ്മൾ ഈ മീനൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലും വെളിച്ചെണ്ണയിലേക്ക് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നല്ല ഒരു മണം വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാം ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. അതായത് ഇതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അടുക്കി പിടിക്കരുത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ചില്ലി പൗഡർ ചിലരിത് ചേർക്കും, ചിലർ ചേർക്കില്ല. അത് വളരെ കുറച്ച് മതി. പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചച്ചുവ മാറത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും ഇതെല്ലാം ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ തക്കാളി ചേർത്ത ശേഷം ഞാൻ ഇതൊന്ന് റെഡിയാവാൻ വേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. ഞാനിവിടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട ശേഷം ഒരു 500 ml ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കലക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മൾ ഡയറക്റ്റ് തേങ്ങയിൽ നിന്ന് പാലെടുക്കുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 20 മിനിറ്റ് എങ്കിലും എടുക്കും അല്ലേ. ഫുൾ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാം. തേങ്ങ ചിരകണം, പിന്നെ അത് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതാകുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ട നല്ല ക്രീമി ടെക്സ്ചറാണ്.
നല്ല നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കട്ടിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മളുടെ സവാളയും തക്കാളിയും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പായസം, പുഡിങ് ഇതൊക്കെ ഉണ്ടാക്കാനായാലും മാഗിയുടെ ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നല്ല ക്രീമി ടെക്സ്ചറിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടി ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ഒരു 2 മിനിറ്റിന് ശേഷം അതൊന്ന് ചൂടായി വരുന്ന ഒരു ടൈമിലാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ നെയ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെമ്മീൻ വേണമെങ്കിൽ ചെമ്മീനിലുണ്ടാക്കാം, ആവോലിയിൽ വേണമെങ്കിൽ ആവോലിയിലുണ്ടാക്കാം. ഇതിലൊക്കെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റി തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിന് മീതെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കും. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാമേ. ഒരു 6-7 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റുമ്പോഴേക്ക് ഇതാ കണ്ട നെയ്മീനൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതാ കറക്റ്റ് നല്ല കുറുകി നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഇതാ കണ്ട നല്ല മണമാണ് കേട്ടോ. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കറിവേപ്പിലയും തേങ്ങാപ്പാലും ഒക്കെ ചേർന്നിട്ട് അടിപൊളിയാണ്. ഇപ്പം നമ്മൾ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആണ്. കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങളും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ മൺചട്ടിയിലായതുകൊണ്ടാണ് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പം ഇടിയപ്പമാണ് തയ്യാറാക്കിയത്. അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് നമ്മളുടെ ഈ ഫിഷ് മോളി ഞാൻ ഇന്ന് കൂട്ടി കഴിക്കുന്നത്. അപ്പം ഇത് നല്ല ചൂട് ഇടിയപ്പവും നല്ല ചൂട് ഫിഷ് മോളിയും എന്ത് ടേസ്റ്റാണെന്നറിയാവോ. അപ്പം നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ വെച്ച് കഴിക്കാം. ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് കറിവേപ്പില ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെർവ് ചെയ്യുന്ന ടൈമിൽ നല്ല ഭംഗിയായിരിക്കും ഇതിങ്ങനെ കൊടുക്കുമ്പോൾ. എന്തായാലും ഞാനിപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ പറയാം കേട്ടോ. ഇതാ നമ്മളുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോണത്. ഇപ്പം നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒന്നും വേണ്ട, നമ്മുടെ ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഫിഷ് മോളിയാണ്. ടേസ്റ്റ് ചെയ്ത ശേഷം ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് ഇന്നിപ്പോൾ ഞാൻ നെയ്മീനിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ചെമ്മീനിൽ വേണമെങ്കിൽ അതിലുണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. ശരിക്ക് ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ചേർന്നിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്ര ടേസ്റ്റാണ്. ഒരുപാട് മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ വെച്ച് ഉണ്ടാക്കാം, ഫിഷ്, ചെമ്മീൻ ഇങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.